മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക്കിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടരുമ്പോൾ കേസിൽ നിർണായക വഴിത്തിരിവുണ്ടാക്കിയ ഒരു വ്യക്തി തന്നെയാണ് ഷോൺ ജോർജ്. പി.സി. ജോർജിനെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് നടപടികളെ തുടർന്നാണ് നിയമ പോരാട്ടത്തിന് ഷോൺ ജോർജ് ഇറങ്ങിയത്. പി.സിയുടെ ഭാര്യയുടെ വിശ്വാസപരമായ പ്രതികരണങ്ങളും മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കാം. എന്റെ കൊന്തയ്ക്ക് ശക്തിയുണ്ടെങ്കിൽ അവർ അനുഭവിക്കുമെന്നായിരുന്നു പി.സിയുടെ ഭാര്യ പറഞ്ഞത്. പെസഹ വ്യാഴത്തിന്റെ തലേനാൾ വീണയ്ക്കെതിരെ ഇ.ഡി. അന്വേഷണവും തുടങ്ങി. പീഡനക്കേസിൽ പി.സിയെ കൊടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ പോരാട്ടത്തിന് മകൻ ഷോൺ ജോർജ് നേരിട്ടിറങ്ങി. ഇതിന്റെ ആകെ തുകയാണ് എക്സാലോജിക്കിനെതിരായ നീക്കങ്ങൾ. 3 മാസത്തിനിടെ 4ാമത്തെ അന്വേഷണമാണ് എക്സാലോജിക്ക് CMRL സാമ്പത്തിക ഇടപാടിൽ കേന്ദ്രം പ്രഖ്യാപിക്കുന്നത്. ഷോൺ ജോർജ് നൽകിയ പരാതിയിൽ ആദ്യം നടപടിയെടുക്കാതിരുന്ന കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം പരാതിക്കാരൻ കോടതിയെ സമീപിച്ചതോടെയാണ് അന്വേഷണത്തിന് നീക്കം തുടങ്ങിയത്. കൃത്യമായ നിയമ പോരാട്ടമാണ് ഷോൺ ജോർജ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഏജൻസികളെ സ്വാധീനിച്ച് കേസ് അട്ടിമറിക്കുക അസാധ്യമായി. കേന്ദ്ര ഉത്തരവ് പ്രകാരം നടന്ന 3 അന്വേഷണങ്ങളിലും കള്ളപ്പണ ഇടപാട് തെളിഞ്ഞു. സേവന കരാറിന്റെ മറവിൽ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടേഴ്സ് ലിമിറ്റഡുമായി എക്സാലോജി കമ്പനി നടത്തിയ സംശയാസ്പദമായ പണമിടപാട് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുന്നതിനാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണമെന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെയും ശുപാർശ. ഇതാണ് ഇ.ഡി. അംഗീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് നിയന്ത്രണാധികാരമുള്ള KSADC ഓഹരി പങ്കാളിയായ CMRL മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി സാമ്പത്തിക ഇടപാട് നടത്തിയെന്നതാണ് ROCയുടെ കണ്ടെത്തൽ. റിലേറ്റഡ് പാർട്ടിയുമായി നടത്തിയ ഇടപാടിന് അഴിമതിയുടെ സ്വഭാവമുണ്ടെന്നും അഴിമതി നിരോധന നിയമപ്രകാരം ഇക്കാര്യം CBI അന്വേഷിക്കണമെന്നുമായിരുന്നു ആ റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇ.ഡിക്കൊപ്പം CBI കൂടി അന്വേഷണ രംഗത്ത് വരാനുള്ള സാധ്യതയുമുണ്ട്. ജനുവരിയിലായിരുന്നു ബംഗളൂരുവിലെയും കൊച്ചിയിലെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഓഫീസുകളുടെ പ്രാഥമിക അന്വേഷണം. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം അനുസരിച്ച് ഇ.ഡിയും അഴിമതി നിരോധന നിയമം അനുസരിച്ച് CBIയും അന്വേഷിക്കേണ്ട കാര്യങ്ങളുണ്ടെന്നും കമ്പനി നിയമത്തിന്റെ ഒട്ടേറെ ലംഘനങ്ങളുണ്ടെന്നും അന്ന് തന്നെ കണ്ടെത്തിയിരുന്നു. കമ്പനി നിയമപ്രകാരം 10 ലക്ഷം രൂപയിൽ കൂടുതൽ തുകയ്ക്കുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ വെളിപ്പെട്ടാൽ 10 വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന 447-ാം വകുപ്പ് ചുമത്താവുന്നതാണ്. ഈ വകുപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം ഇ.ഡിക്കും അന്വേഷണം നടത്താനുള്ള സാധ്യത തെളിയിക്കുന്നതാണ്. രേഖകളിൽ കൃത്രിമം നടത്തിയതിനുള്ള 448-ാം വകുപ്പും SFIO കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിലും CBI ഇടപെടൽ നടത്താവുന്നതാണ്.